മഹാഭാരതം 6. ശ്രീകൃഷ്ണ അർജുന സംവാദം 8. അർജുനൻ പറഞ്ഞു, ഹേ വർഷായ, 3 ലോകങ്ങളെയും നശിപ്പിച്ച ഈ യുദ്ധത്തിൽ ആരാണ് വിജയിച്ചത്? ഹേ ജനാർദ്ദന, ഇത് എന്നോട് പറയൂ. രുദ്രന്റെയും നാരായണന്റെയും ആത്മാക്കൾ പരസ്പരം പോരടിച്ചപ്പോൾ ലോകത്തിലെ എല്ലാ നിവാസികളും പെട്ടെന്ന് പ്രകോപിതരായി എന്ന് ഭഗവാൻ മറുപടി പറഞ്ഞു. യജ്ഞങ്ങളിൽ അന്തർലീനമായ അഭിനിവേശം അഗ്നിക്ക് അനുഭവപ്പെട്ടില്ല. വേദങ്ങൾക്ക് അഭിനിവേശമുള്ള ഋഷിമാരുടെ മേൽ പ്രകാശിക്കാൻ കഴിഞ്ഞില്ല. ദേവന്മാരിൽ രാജസവും തമസും പ്രബലമായിരുന്നു. ഭൂമി കുലുങ്ങി, ആകാശം കുമ്പിട്ടു, ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മങ്ങി. ബ്രഹ്മാവും തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് വീണു, സമുദ്രം വരണ്ടുപോയി, മഞ്ഞുമൂടി. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹേ പാണ്ഡു, ദേവന്മാരാലും മഹർഷിമാരാലും ചുറ്റപ്പെട്ട ബ്രഹ്മാവ് വേഗത്തിൽ ആ സ്ഥലത്തെത്തി. പുറത്തുപോയി ചതുർമുഖ രുദ്രൻ കുമ്പിട്ടു പറഞ്ഞു, ലോകവാസികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. രൂപമില്ലാത്തവനും അവ്യക്തനും, ലോകങ്ങളുടെ സ്രഷ്ടാവും അതുല്യനും സ്രഷ്ടാവും. സൃഷ്ടിക്കപ്പെടാത്തവയും അതിന്റെ ശുഭകരമായ പ്രകടനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. ധർമ്മവംശത്തിൽ ജനിച്ച ഈ 2 മഹാദേവന്മാരായ നരനും നാരായണനും വലിയ തപസ്സു ചെയ്തു. അവന്റെ കൃപയാൽ ഞാൻ ഏതോ കാരണത്താൽ ജനിച്ചു. ഹേ പിതാവേ, നീ നിത്യനാണ്. അവന്റെ കോപത്തിലൂടെ കഴിഞ്ഞ സൃഷ്ടിയിൽ ജനിച്ചു. ഹേ വരദന, ദയവായി എന്നെയും ദേവന്മാരെയും മുനിമാരെയും പ്രസാദിപ്പിക്കുകയും ഉടൻ തന്നെ അവനെ പ്രസാദിപ്പിക്കുകയും ചെയ്യണമേ. ദേവലോകത്തിൽ സമാധാനം നിലനിൽക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ്, രുദ്രൻ കോപത്തിന്റെ അഗ്നി ഉപേക്ഷിച്ചു. പിന്നെ അവൻ ദേവന്മാരെയും നാരായണനെയും പ്രസാദിപ്പിച്ചു. ആദ്യത്തേതും ഏറ്റവും ശക്തനും വരദാതാവുമായ ആ ഭഗവാന് അവൻ കീഴടങ്ങി. അപ്പോൾ വരത്തിന്റെയും കോപത്തിന്റെയും വിജയത്തിന്റെയും ശക്തിയായ ദൈവം പ്രസാദിക്കുകയും രുദ്രനുമായി ബന്ധപ്പെടുകയും ചെയ്തു. പ്രപഞ്ചനാഥനായ ഹരി മുനിമാരാലും ബ്രഹ്മാവിനാലും ദേവന്മാരാലും ആരാധിക്കപ്പെടുന്ന വടക്കൻ ദേവനെക്കുറിച്ച് പറഞ്ഞു, നിന്നെ അറിയുന്നവന് എന്നെ അറിയാൻ കഴിയും. നിന്നെ പിന്തുടരുന്നവന് എന്നെ പിന്തുടരുന്നു. നമുക്കിടയിൽ ഒരു വ്യത്യാസവുമില്ല. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് മറ്റൊരു ധാരണയും ഉണ്ടാകരുത്. ഇനി മുതൽ എന്റെ നെഞ്ചിലെ കുന്തത്തിന്റെ അടയാളം ശ്രീവത്സം എന്ന് വിളിക്കപ്പെടും. എന്റെ കൈമുദ്ര പതിഞ്ഞ് നീയും ശ്രീകാന്തനാകും. ഭഗവാൻ കൃഷ്ണൻ തുടർന്നു പറഞ്ഞു, അങ്ങനെ ശരീരത്തിൽ ഈ 2 അടയാളങ്ങൾ ഉണ്ടായിരിക്കുകയും അതുല്യമായ സൗഹൃദം നിലനിർത്തുകയും ചെയ്യുന്നതിനാൽ 2 മുനിമാരും രുദ്രനോടൊപ്പം ദേവന്മാരെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് അയച്ച് തപസ്സു ചെയ്യും. ഹേ പാർത്ഥന, യുദ്ധത്തിൽ എങ്ങനെ ആരാണ് വിജയിച്ചത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. മുനിമാർ എന്നോട് പറഞ്ഞതുപോലെ എന്റെ രഹസ്യനാമങ്ങളും അവയുടെ അർത്ഥങ്ങളും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പല രൂപങ്ങളിൽ ഞാൻ ഈ ഭൂമിയിൽ ബ്രഹ്മലോകത്തിലും ശാശ്വതമായ ഗോലോകത്തിലും വിഹരിക്കുന്നു. ഞാൻ നിന്നെ രക്ഷിച്ചതിനാൽ യുദ്ധത്തിൽ ഞാൻ വലിയ വിജയം നേടിയിരിക്കുന്നു. യുദ്ധം വരുമ്പോൾ നിനക്ക് മുമ്പ് പോയത് അവനല്ല, ദേവന്മാരുടെ ദൈവമായ രുദ്രനാണെന്ന് അറിയുക. അവൻ കാലത്തിന്റെ ഓർമ്മക്കാരനും കോപത്തിൽ നിന്ന് ജനിച്ചവനും ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ കൊന്നില്ല, അവൻ അവരെ കൊന്നു. ആ ദൈവത്തിന് സമാനതകളില്ലാത്ത ശക്തനും ദേവന്മാരുടെ ദൈവവും എല്ലാവരുടെയും നാഥനുമായ വന്ദനം. നരനും നാരായണനുമായുള്ള നാരദന്റെ സംഭാഷണം 1. ശൗനകരൻ പറഞ്ഞു, ഹേ സുധനാനന്ദ, നീ പറഞ്ഞ ഈ മഹത്തായ കഥ കേട്ടതിനുശേഷം എല്ലാ മുനിമാരും അത്ഭുതപ്പെടും. ഹേ സുതകുമാര, അവർ എല്ലാ മുനിമാരുടെയും വാസസ്ഥലങ്ങളിൽ പോയി എല്ലാ പുണ്യജലങ്ങളിലും കുളിച്ചാലും എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന ശുഭനാരായണന്റെ കഥ കേട്ടാലും അവർക്ക് ഒരു പ്രയോജനവും ലഭിക്കില്ല. ഹേ സുതപുത്ര, എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് തുടക്കം മുതൽ തന്നെ ശുദ്ധനാകുന്ന ശുഭനാരായണന്റെ കഥ നമുക്ക് കേൾക്കാം. എല്ലാ ലോകങ്ങളും ആരാധിക്കുന്ന ഭഗവാൻ നാരായണ, ബ്രഹ്മാവിന്റെ മുമ്പാകെ ഒരു ദേവനോ മുനിക്കോ ദർശനം നൽകുന്നത് ബുദ്ധിമുട്ടാണ്. നാരദൻ അത്തരമൊരു നാരായണനെ കണ്ടില്ലേ? ശ്രീഹരി, അത് ആ ദേവന്റെ കൃപ മൂലമാണ്. ആ ജഗന്നാഥൻ ഒരു അഭേദ്യമായ വിഗ്രഹവുമായി ഇരിക്കുന്നത് കണ്ടതിനുശേഷം ദേവന്മാരിൽ ഏറ്റവും മഹാനായ നരനാരായണന്റെ അടുത്തേക്ക് മടങ്ങാൻ കാരണമെന്തായിരുന്നു? ഇത് എന്നോട് പറയൂ. സൗദി പറഞ്ഞു, ഹേ ശൗനക, ജനമേജയൻ ആ യാഗം അനുഷ്ഠിക്കുകയും മറ്റ് ആചാരങ്ങൾ ശരിയായ രീതിയിൽ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജേന്ദ്രൻ വേദങ്ങളുടെ ഉറവിടവും ഭഗവാനും മുത്തച്ഛന്റെ മുത്തച്ഛനുമായ കൃഷ്ണഭായന മുനിയോട് വിനയപൂർവ്വം ചോദിച്ചു. വൈറ്റ് ഐലൻഡിൽ നിന്ന് മടങ്ങിയെത്തിയ ദിവ്യമുനി നാരദൻ ഭഗവാന്റെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് അടുത്തതായി എന്തു ചെയ്തു? ബദരി ആശ്രമത്തിൽ എത്തി 2 മുനിമാരെ കണ്ടുമുട്ടിയ ശേഷം അദ്ദേഹം എത്ര കാലം അവിടെ താമസിച്ചു? അദ്ദേഹം കേട്ട കഥ എന്താണ്? ബ്രാഹ്മണരിൽ ഏറ്റവും മികച്ച ബ്രാഹ്മണൻ ദശലക്ഷക്കണക്കിന് ശ്ലോകങ്ങൾ അടങ്ങിയ മഹാഭാരതം എന്ന ജ്ഞാനസമുദ്രത്തെ ബുദ്ധിയുടെ ദണ്ടുകൊണ്ട് വേർതിരിച്ചു. തൈരിൽ നിന്ന് വെണ്ണ, മലയാജലത്തിൽ നിന്ന് ചന്ദനം, വേദങ്ങളിൽ നിന്ന് ആരണ്യകം, ഔഷധസസ്യങ്ങളിൽ നിന്ന് അമൃത്. തപോനീതിയ, ഞാൻ നിങ്ങളോട് നാരായണന്റെ കഥ പറയുന്നില്ല, അതാണ് ഈ മുഴുവൻ പുസ്തകത്തിന്റെയും സാരം. അദ്ദേഹം ദൈവമാണ്, ഭഗവാൻ, ദൈവം. അദ്ദേഹം എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാക്കളുടെയും സ്രഷ്ടാവാണ്.
ഹേ ദ്വിജസത്തമൻ, നാരായണന്റെ മഹത്വം എത്ര അത്ഭുതകരമാണ്! അത് കാണുന്നത് വളരെ അപൂർവമാണ്. ഭാവനയിൽ ആദ്യം ബ്രഹ്മാവ് വരുന്നു, തുടർന്ന് എല്ലാ ദേവന്മാരും, ഋഷികളും ഗന്ധർവന്മാരും എല്ലാ ജീവജാലങ്ങളും അതിൽ പ്രവേശിക്കുന്നു. ഈ ലോകത്തിലോ സ്വർഗത്തിലോ ശുദ്ധമായ ഒന്നും തന്നെയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ഋഷിമാരുടെയും ആശ്രമങ്ങളിൽ പോകുന്നതോ എല്ലാ പുണ്യസ്ഥലങ്ങളിലെയും പുണ്യജലത്തിൽ കുളിക്കുന്നതോ നാരായണന്റെ കഥ കേൾക്കുന്നതുപോലെ ഫലം നൽകുന്നില്ല. എല്ലാ പാപങ്ങൾക്കും പരിഹാരമായ പ്രപഞ്ചനാഥന്റെ കഥ കേൾക്കുന്നതിലൂടെ നമ്മൾ എല്ലാ വിധത്തിലും ശുദ്ധരാകുന്നു. വാസുദേവന്റെ സഹായത്തോടെ ശ്രേഷ്ഠനായ ധനഞ്ജയൻ വലിയ വിജയം നേടിയതിൽ അതിശയിക്കാനില്ല. ലോകങ്ങളുടെ നാഥനായ വിഷ്ണു അദ്ദേഹത്തെ ഈ രീതിയിൽ സഹായിച്ചിരുന്നെങ്കിൽ 3 ലോകങ്ങളിലും അദ്ദേഹത്തിന്റെ കുറവ് എന്തായിരുന്നു? ഹേ ശ്രേഷ്ഠനായ ബ്രാഹ്മണരെ, ജനാർദ്ദനൻ അവരുടെ ക്ഷേമവും സമൃദ്ധിയും നോക്കിയതിനാൽ ഞങ്ങളുടെ എല്ലാ പൂർവികരും അനുഗ്രഹിക്കപ്പെട്ടു. ലോകം തപസ്സിലൂടെ ആരാധിക്കുന്ന ആ ഭഗവാൻ നമുക്ക് ഒരു ദർശനം നൽകിയിട്ടുണ്ട്. പവിത്രമായ ആഭരണങ്ങളാൽ അലങ്കരിച്ച അത്തരമൊരു ഹരിയെ നമ്മുടെ പൂർവികർ ഒരിക്കലും കണ്ടിട്ടില്ല. ബ്രഹ്മാവിന്റെ മകൻ നാരദൻ അദ്ദേഹത്തെക്കാൾ അനുഗ്രഹീതനായിരുന്നു. ആ അമർത്യനായ നാരദൻ സാധാരണക്കാരനും പ്രബുദ്ധനുമായ മുനി ആയിരുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ശ്വേതദ്വീപിൽ പോയി ശ്രീഹരിയെ കണ്ടില്ല. ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് അദ്ദേഹത്തിന് കാഴ്ച ലഭിച്ചതെന്ന് വ്യക്തമാണ്. തകർക്കാനാവാത്ത ഒരു വിഗ്രഹത്തോടെ ആ ദൈവത്തെ കണ്ടതിനുശേഷം നാരദൻ ബദരി ആശ്രമത്തിലേക്ക് നരനാരായണനെ കാണാൻ മടങ്ങിയോ? ഹേ മഹാമുനി, അതിനുള്ള കാരണം എന്തായിരുന്നു? ശ്വേതദ്വീപിൽ നിന്ന് വിരമിച്ച ബ്രഹ്മാവിന്റെ പുത്രനായ നാരദൻ ബദരി എന്ന ആശ്രമത്തിൽ പ്രവേശിച്ച് ആ 2 മുനിമാരെയും കണ്ടു. അദ്ദേഹം എത്ര കാലം അവിടെ താമസിച്ചു? അദ്ദേഹം എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു? ആ മഹാമുനി വെളുത്ത ദ്വീപിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം മഹാമുനി നരനാരായണൻ എന്താണ് പറഞ്ഞത്? ഇതെല്ലാം അതേ രീതിയിൽ എന്നോട് പറയൂ. നാരദൻ നരനാരായണനെ കണ്ടു. 2 വൈശമ്പായനൻ പറഞ്ഞു, പരിധിയില്ലാത്ത മഹത്വമുള്ള ആ വ്യാസ ഭഗവാന് നമസ്കാരം. അദ്ദേഹത്തിന്റെ കൃപ കൊണ്ടാണ് ഞാൻ ഈ നാരായണന്റെ കഥ പറയുന്നത്. ഹേ രാജാവേ, നാരദൻ വെളുത്ത ദ്വീപിൽ പോയി അക്ഷയനായ ശ്രീഹരിയെ കണ്ടതിനുശേഷം മേരു പർവ്വതത്തിലേക്ക് മടങ്ങി. അദ്ദേഹം ഹൃദയം കൊണ്ട് പറഞ്ഞ പ്രവൃത്തി തുടർന്നു. രാജാവേ, അപ്പോൾ മഹർഷി അത്ഭുതപ്പെട്ടു പറഞ്ഞു, ഇത്രയും ദൂരം സഞ്ചരിച്ച് ഞാൻ സുരക്ഷിതമായി ഇവിടെ എത്തിയിരിക്കുന്നു. മേരു പർവ്വതത്തിൽ നിന്ന് കാന്തമാദാന പർവ്വതത്തിലേക്ക് പറന്നു. സ്വർഗപാതയിലൂടെ വേഗത്തിൽ നടന്ന് അവൻ പെട്ടെന്ന് ഒരു വിശാലമായ സമതലത്തിലേക്ക് ഇറങ്ങി. പിന്നെ അവൻ വലിയ തപസ്സു ചെയ്ത, വലിയ വ്രതങ്ങൾ അനുഷ്ഠിച്ച, ഭഗവാനിൽ ഭക്തിയുള്ള ആ 2 ഐതിഹാസിക ഋഷിമാരെ കണ്ടു. ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സൂര്യനേക്കാൾ അവർ കൂടുതൽ പ്രകാശമുള്ളവരായിരുന്നു. ആ പൂജനീയർ ശ്രീവത്സ ചിഹ്നത്താൽ അലങ്കരിച്ചിരുന്നു. അവർ ജഡമണ്ഡലം ധരിച്ചിരുന്നു. അവരുടെ കൈകളിൽ ഹംസത്തിന്റെ ചിഹ്നവും കാലുകളിൽ ചക്രത്തിന്റെ ചിഹ്നവുമുണ്ട്. വിശാലമായ സ്തനങ്ങൾ, നീണ്ട കൈകൾ, 4 ഓവൽ കണ്ണുകൾ, 60 പല്ലുകൾ, 8 ദംഷ്ട്രങ്ങൾ, വിശുദ്ധമായ ശബ്ദം, മനോഹരമായ മുഖം, വിശാലമായ നെറ്റി, മനോഹരമായ പുരികങ്ങൾ, താടിയെല്ലുകൾ, മൂക്ക്, കുട പോലുള്ള തലകൾ, ഇവയാണ് ആ ആളുകളുടെ സവിശേഷതകൾ. അവരെ 2 പേരെയും കണ്ടപ്പോൾ നരദർശി സന്തോഷിച്ചു. അവരും കുമ്പിട്ട് ചോദിച്ചു, സുഖമാണോ? ആ മഹാനായ മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു, ആ സഭയിലെ എല്ലാ മൃഗങ്ങളും മാത്രമല്ല, ഈ മഹാനായ മുനിയും വണങ്ങുന്നു. അവൻ അവരെ ചുറ്റിത്തിരിഞ്ഞ് അവരുടെ മുന്നിലുള്ള ശുഭകരമായ കുശാസനയിൽ ഇരുന്നു. ഹേ മോക്ഷ, പ്രഭാതത്തിന്റെ സുഗന്ധത്താൽ നിറഞ്ഞ ആ മുനിമാർ പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ച് ബെഞ്ചുകളിൽ ഇരുന്നു. അവർ മൂവരും അവിടെ ഇരിക്കുമ്പോൾ അഗ്നിയുടെ വലിയ ജ്വാലകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതുപോലെ ആ സ്ഥലം അഗ്നിയാൽ അലങ്കരിക്കപ്പെട്ടു. പിന്നെ നാരായണൻ ആതിഥ്യം സ്വീകരിച്ച് സന്തോഷത്തോടെ വിശ്രമിച്ചുകൊണ്ട് നാരദനോട് പറഞ്ഞു, നമ്മുടെ 2 പേരുടെയും നിത്യനാഥനായ പരമാത്മാവിനെ നീ കണ്ടു. നീ അവനെ വെളുത്ത ദ്വീപിൽ കണ്ടിട്ടുണ്ടോ? നാരദൻ അവനോട് പറഞ്ഞു, ധനികനും സാർവത്രികനും അമരനുമായ ആ ഒരാളെ ഞാൻ കണ്ടു. എല്ലാ ലോകങ്ങളും ദേവന്മാരും ഋഷിമാരുമാണ്. ഈ സമയത്തും നിത്യരായ നിങ്ങളെ 2 പേരെയും ഞാൻ കാണുമ്പോൾ ഞാൻ അവനെ കാണുന്നു. അന്ന് അവ്യക്തമായ രൂപത്തിലുള്ള ഹരിക്ക് ഉണ്ടായിരുന്ന ഗുണങ്ങൾ, പ്രത്യക്ഷമായ രൂപത്തിലുള്ള നിങ്ങൾ 2 പേർക്കും ഉള്ള അതേ ഗുണങ്ങൾ. ആ ദൈവത്തിന് പുറമെ നിങ്ങളെ 2 പേരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രശസ്തി, വിജയം, പുണ്യം എന്നിവയാൽ സമ്പന്നരായ നിങ്ങൾ 2 പേരല്ലാതെ മറ്റാരാണ് അദ്ദേഹത്തെപ്പോലെയാകാൻ കഴിയുക? ആ ഭഗവാൻ എനിക്ക് പൂർണ്ണമായ മതം, ജ്ഞാനത്തിന്റെ തത്വം, അവന്റെ ഭൂതകാല, ഭാവി അവതാരങ്ങൾ എന്നിവ പറഞ്ഞുതന്നു. അവിടെ വെളുത്തവൻ പഞ്ചേന്ദ്രിയങ്ങളില്ലാത്തവനും ജ്ഞാനിയും ആ പരമാത്മാവിനോട് സമർപ്പിതനുമാണ്. അവർ നിരന്തരം ആ ദൈവത്തെ ആരാധിക്കുന്നു. അവൻ അവരോടൊപ്പം കളിക്കുന്നു. ഭക്തർ ദൈവത്തിനും പ്രിയപ്പെട്ടവർക്കും വളരെ പ്രിയപ്പെട്ടവരല്ലേ? സർവവ്യാപിയായ ഭഗവാൻ, പ്രപഞ്ചത്തിന്റെ സംരക്ഷകൻ, മാധവന്റെ ഭക്തൻ എപ്പോഴും അവരോടൊപ്പം കളിക്കുന്നു. ഭാഗവതം പ്രിയങ്കരമല്ലേ? അവൻ ഭഗവാൻ, കാരണം, പ്രവൃത്തി. അവൻ ഏറ്റവും ശക്തമായ പ്രകാശങ്ങളോട് കൂടിയവനാണ്.
ആ മഹത്തായ വിജയമാണ് കാരണം. ആജ്ഞ, രീതി, തത്വം അവൻ തന്നെ തപസ്സിൽ നിലനിർത്തുന്നു. വെളുത്ത ദ്വീപിനപ്പുറം സ്വന്തം പ്രകാശത്താൽ പ്രകാശിക്കുന്ന തേജസ്. ആ ആത്മാവ് 3 ലോകങ്ങളിലും സമാധാനം വ്യാപിപ്പിച്ചു. ശുഭകരമായ ബുദ്ധിയോടെ അവൻ നൈഷ്ഠിക വ്രതത്തിൽ അഭയം പ്രാപിച്ചു. അവിടെ സൂര്യൻ ചൂടാകുന്നില്ല, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല. അവൻ ഒരു കാലിൽ നിന്നു, കൈകൾ കൂപ്പി വടക്കോട്ട് മുഖം തിരിച്ചു. ശംഖവേദങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം തപസ്സുകളും ചെയ്തു. ബ്രഹ്മാവ്, ഋഷിമാർ, സാക്ഷാത് പശുപതി, മറ്റ് മഹാദേവന്മാർ, അസുരന്മാർ, പാമ്പുകൾ, സുവർണർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, രാജകീയ ഋഷിമാർ, നിയമങ്ങൾക്കനുസരിച്ച് അവർ എന്ത് സ്തുതിഗീതങ്ങളും ഗാനങ്ങളും ആൽപ്പിച്ചാലും അവരെല്ലാം ആ ദൈവത്തിന്റെ പാദങ്ങളെ ആരാധിച്ചു. ഭക്തർ ഏകാന്തതയിൽ അവരുടെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കുന്നു. അവർ എന്ത് പ്രവൃത്തികൾ ചെയ്താലും ഭഗവാൻ തന്നെ തന്റെ തലയിൽ ധരിക്കുന്നു. 3 ലോകങ്ങളിലും ആരും ഇല്ല. ജ്ഞാനിയും ഉത്തമനുമായവനേക്കാൾ അവന് പ്രിയപ്പെട്ടവൻ. അതിനാൽ ഞാൻ അവന്റെ അനന്യഭക്തനായി. അവൻ എന്നെ അയച്ചതിനാൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. ഭഗവാൻ തന്നെ അങ്ങനെ പറഞ്ഞു. അതിനാൽ ഞാൻ എപ്പോഴും അവനിൽ നിന്നോടൊപ്പമുണ്ട്. നരനാരായണൻ നാരദനോട് വാസുദേവന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു. 3 നാരായണൻ പറഞ്ഞു, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ, നീ ആ ഭഗവാനെ കണ്ടു. ബ്രഹ്മാവും താമരയോനിയും പോലും അവനെ കണ്ടിട്ടില്ല. ഹേ നാരദ, പരമാത്മാവിന്റെ ദർശനം ലഭിക്കുന്നത് വളരെ പ്രയാസകരമാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് സത്യമാണ്. ഒരു ഭക്തനേക്കാൾ അവന് പ്രിയപ്പെട്ട മറ്റാരുമില്ല. അതിനാൽ ഹേ ദിവ്യപ്രകാശമേ, അവൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടു. ഹേ ദിവ്യപ്രകാശമേ, തപസ്സു ചെയ്യുന്ന പരമാത്മാവിന്റെ ആ സ്ഥാനത്ത് നമ്മൾ 2 പേർക്കല്ലാതെ മറ്റാർക്കും എത്താൻ കഴിയില്ല. ആ സ്ഥലം 1000 സൂര്യന്മാരുടെ മഹത്വം പോലെ മഹത്വമുള്ളതാണ്. അവൻ ആ സ്ഥലത്ത് നിന്ന് ഭരിക്കുന്നു. ഹേ വിപ്രാണ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് ഭൂമിയിൽ ക്ഷമ ഉദിച്ചു. ഹേ ക്ഷമയുടെ ശക്തിയിൽ ഏറ്റവും മികച്ചവനെ, എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമം ആഗ്രഹിക്കുന്നവനിൽ നിന്ന് രസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിൽ നിന്ന് രസം, രൂപമില്ലാത്ത വസ്തു ദ്രാവകമാണ്. അവനിൽ നിന്നാണ് രൂപമില്ലാത്ത പ്രകാശം ജനിക്കുന്നത്. സൂര്യൻ ആ തേജസ്സുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ ലോകത്തെ ഭരിക്കുന്നു. ആ പരമാത്മാവിൽ നിന്നാണ് ആകാശം ജനിക്കുന്നത്. ആ കാറ്റിൽ നിന്നാണ് അത് എല്ലാ ലോകങ്ങളിലേക്കും വീശുന്നത്. എല്ലാ ലോകങ്ങളുടെയും നാഥനായ ആ ഭഗവാനിൽ നിന്നാണ് ശബ്ദമുണ്ടായത്. ആ ജീവിതത്തിൽ നിന്നാണ് ആകാശം പരിധിയില്ലാത്തത്. ആ ഭഗവാനിൽ നിന്നാണ് എല്ലാ ജീവികളിലുമുള്ള മനസ്സ് ഉണ്ടായത്. കൃപയാൽ നിറഞ്ഞ ആ ചന്ദ്രനിൽ നിന്നാണ് പ്രകാശത്തിന്റെ ഗുണം നിറഞ്ഞിരിക്കുന്നത്. ആ ഭഗവാന്റെ കവികളുടെ കവിതകൾ സ്വീകരിക്കുന്ന അറിവ് നിറഞ്ഞ സ്ഥലത്തെ വേദങ്ങൾ എന്ന് വിളിക്കുന്നു. അതിനെ സതുപാതകം എന്ന് വിളിക്കുന്നു. പാപത്തിൽ നിന്നും കളങ്കങ്ങളിൽ നിന്നും മുക്തരായി മോക്ഷത്തിന്റെ പാതയിലായിരിക്കുന്നവർക്ക് വാതിൽ ആദിത്യനാണ്. എല്ലാ ലോകങ്ങളുടെയും അന്ധകാരത്തെ നശിപ്പിക്കുന്ന 2 പ്രകാശങ്ങളുടെ വാസസ്ഥലം. ആദിത്യൻ അവരുടെ എല്ലാ അവയവങ്ങളെയും കത്തിച്ചതിനാൽ അവർ ആ ദൈവത്തിൽ ഒരു അണുശക്തിയായി പ്രവേശിക്കുന്നു. പിന്നെ അതിൽ നിന്നും മുക്തരായി അവർ തകർക്കപ്പെടാതെ തുടരുന്നു. പിന്നെ മാനസികമായി അവർ പ്രത്യുമ്നനിൽ പ്രവേശിക്കുന്നു. പ്രത്യുമ്നനിൽ നിന്ന് മോചിതരായ വിപ്രശ്രേഷ്ഠരിൽ ഏറ്റവും മികച്ചത് ഭാഗവതവുമായി സംവദിക്കാൻ ജീവജാലങ്ങളുടെ അടുത്തേക്ക് പോകുന്നു. പിന്നെ 3 ഗുണങ്ങളില്ലാതെ ആ 2 ഗുണങ്ങളും ഗുണങ്ങളില്ലാത്തവനും മണ്ഡലത്തെ അറിയുന്നവനുമായ പരമാത്മാവിൽ പ്രവേശിക്കുന്നു. എല്ലാത്തിലും വസിക്കുന്ന വാസുദേവൻ യഥാർത്ഥത്തിൽ മണ്ഡലത്തെ അറിയുന്നവനാണെന്ന് അറിയുക. മനസ്സിൽ ഏകീകൃതനും അച്ചടക്കത്തിൽ അച്ചടക്കമുള്ളവനും ഇന്ദ്രിയങ്ങളിൽ സംയമനം പാലിച്ചവനും ഏകാന്തനുമായവർ വാസുദേവനിൽ തന്നെ പ്രവേശിക്കുന്നു. ഹേ ദ്വിജോത്തമൻ, ധർമ്മഗൃഹത്തിൽ ജനിച്ച ഞങ്ങൾ 2 പേരും ബുധന്റെ ഈ മനോഹരമായ വാസസ്ഥലത്ത് അഭയം പ്രാപിച്ച് കഠിനമായ തപസ് ചെയ്യുന്നു. ഹേ ദ്വിജോത്തമൻ, ഒരേ വാസുദേവന്റെ ദിവ്യപ്രണയ പ്രവൃത്തികൾ 3 ലോകങ്ങളിലും സംഭവിക്കുന്നുണ്ടോ? അവയ്ക്ക് രോഗശാന്തി ലഭിക്കട്ടെ. ഇക്കാരണത്താൽ ഞങ്ങൾ അത്തരം തപസ് ചെയ്യുന്നു. ഹേ ദ്വിജോത്തമൻ, പതിവുപോലെ നിയമങ്ങൾ അനുസരിച്ച് സർവക്രശ്ചവ്രതം പാലിച്ചുകൊണ്ട് ഞങ്ങൾ 2 പേരും നിങ്ങളെ വെളുത്ത ദ്വീപിൽ കണ്ടെത്തി. ഹേ മുനി, ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന്, ഭൂതകാലത്ത് എന്താണ് സംഭവിച്ചതെന്ന്, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് 3 ലോകങ്ങളിലും ശുഭകരമായ എല്ലാം ഞങ്ങൾക്കറിയാം. ഹേ മഹാമുനി, ആ ദൈവം നിങ്ങളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. വൈശംപായനൻ പറഞ്ഞു. കഠിനമായ തപസ്സിലായിരുന്ന 2 പേരുടെയും വാക്കുകൾ കേട്ട് നാരദൻ നാരായണനെക്കുറിച്ച് നിരവധി മന്ത്രങ്ങൾ ഉരുവിട്ടു. നാരായണനെ സ്തുതിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ നരനാരായണന്റെ ആശ്രമത്തിൽ താമസിച്ചു. ആ ആദരണീയ ദേവനെയും ഇരുവരെയും ആരാധിച്ചു. മഹാഭാരതം 7 തുടരുന്നു.